നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഡിസംബർ 24 തീയതി ഞായറാഴ്ച മുതൽ ഡിസംബർ 30 ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടാൻ ആഗ്രഹിക്കുന്നവർ അത്യുത്സാഹത്തോടുകൂടി വീണ്ടും അവരുടെ ജോലി തുടരുക. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തികകാല മേടക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സൂചിപ്പിക്കുമ്പോൾ 9 നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനിടയുണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ സദസ്സുകളിൽ പോയി പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. 28 തീയതി വരെ ചൊവ്വ 8-ലാണ് നിൽക്കുന്നത്. 28 തീയതിക്ക് ശേഷം 9-ലേക്കാവും. 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 28 തീയതി വരെ 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ മേടക്കൂറുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൂര്യനെ കൊണ്ട് പറഞ്ഞതായ അപമാനം എന്ന ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപമാനം എന്ന ഫലം വന്നു ചേരുവാനായിട്ടുള്ള സൂചന കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ മനസ്സിന് തന്നെ വിഷമം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും വന്നു ചേരുക. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വരിക. 28 തീയതിക്ക് ശേഷം 9-ലേക്ക് വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. കാര്യപരാജയത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ധനപരമായിട്ടും ചിലവ് കൂടുന്നൊരു സാഹചര്യം. നമ്മളിലേക്ക് വരുന്ന ഭാഗ്യങ്ങൾ കുറയുക. ഭാഗ്യസ്ഥാനമാണ് 9. 29 തീയതി വരെ ബുധൻ 9-ലാണ്. അതിനുശേഷം 9-ൽ നിന്ന് 10-ലേക്കല്ല വരുന്നത്, 9-ൽ നിന്ന് 8-ലേക്കാണ്. വക്രഗതിയാണ് ബുധന്. 29 തീയതി വരെ ബുധൻ 9-ൽ നിൽക്കുമ്പോൾ രോഗദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം 8-ലേക്ക് വരുമ്പോൾ കാര്യജയം ഉണ്ടാക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരിക. നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം സുഖം അനുഭവിക്കുക. നമ്മളുടെ ധനത്തിന് വർധനവുണ്ടാവുക. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് മനസന്തോഷമുള്ള ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് കാര്യങ്ങളിലും നിപുണത വന്നു ചേരുക, സാമർഥ്യം വന്നു ചേരുക. ഈ ഫലം 29 തീയതിക്ക് ശേഷമാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് 8-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അവർ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. മേടക്കൂറുകാർക്ക് കുറച്ച് കാലമായിട്ട് തന്നെ ജന്മത്തിലാണ് വ്യാഴം മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ജന്മത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ സ്വയമായിട്ടുള്ള ബുദ്ധി വന്നു ചേരാതിരിക്കുക, ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക. നമുക്ക് സ്വതവേ ഉള്ളതായിട്ടുള്ള ആ ബുദ്ധി നമ്മളുടെ മനസ്സിൽ തോന്നാതിരിക്കുക. നമ്മളുടെ മനസ്സിൽ തോന്നണമല്ലോ. കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവാൻ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെങ്കിലും ആരും ആഗ്രഹിക്കുന്നില്ല, അല്ലെ? പക്ഷെ ഈ ഓരോരോ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വന്നു ചേരുകയും ചെയ്യാം, അല്ലെ? അപ്പോൾ ഈ കലഹം ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അപമാനം, വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള കലഹം എന്ന മോശഫലത്തെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം. അതായത് ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഓരോരോ ഗ്രഹങ്ങളെ കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണല്ലോ സൂചിപ്പിക്കുന്നത്. ആ ഗ്രഹങ്ങളെ കൊണ്ടുള്ള നല്ല ഫലമാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലത്തിന് വേണ്ടി പ്രയത്നിക്കുക. മോശഫലമാണെന്നുണ്ടെങ്കിലോ ആ മോശഫലത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കൂ ജ്യോതിഷത്തെ. ഇപ്പൊ വരാനിരിക്കുന്നതായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മോശഫലമാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ മോശഫലം ഉണ്ടാവുമോ എന്ന് മനസ്സിൽ വിചാരിച്ച് വിഷമിക്കുകയല്ല വേണ്ടത്. അത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആ മനസ്സിലാക്കലിലൂടെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പൊ 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് സൂചിപ്പിച്ചു. വന്നുകൂടുന്നതും വരുത്തിക്കൂട്ടുന്നതും രണ്ടും രണ്ടല്ലേ? വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ ധനപരമായിട്ടുള്ള ചെലവുകൾ കൂടുക. ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. 25 തീയതി വരെ ശുക്രൻ 7-ലും അതിനുശേഷം 8-ലേക്കാവും. 7-ൽ ശുക്രൻ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 25 തീയതിക്ക് ശേഷം 8-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക. ഗൃഹ ആരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക. ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ ശനി നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. നമ്മളുടെ പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക. ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടുക. ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. എന്തായാലും മേടക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കും. അതിനെയെല്ലാം ഇല്ലാതാക്കുവാനായിട്ട് ഭഗവാന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക.
കാർത്തിക മുക്കാല രോഹിണി മകീരത്തര ഇടവക്കൂറുകാർക്ക് 8-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 28-ാം തീയതി വരെ ചൊവ്വ 7-ലും അതിനുശേഷം 8-ലേക്കാവും. 28-ാം തീയതി വരെ ചൊവ്വ 7-ൽ നിൽക്കുമ്പോൾ ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ഉദരവ്യാധി ഉണ്ടാവുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 28-ാം തീയതിക്ക് ശേഷം ചൊവ്വ 8-ലേക്ക് വരുമ്പോൾ വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവുന്നതും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ സദസ്സുകളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ മനസ്സിന് തന്നെ കുറച്ച് വിഷമം വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഓരോ ദുരിതങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ട്, അല്ലേ? പക്ഷേ നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ ഓരോ ദുരിതങ്ങളും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ വന്നു ചേരുകയും ചെയ്യും. അതായത് ചൊവ്വ 8-ൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ വിഷമമുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളും വന്നു ചേരാം. അപ്പൊ 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ഒക്കെ മോശഫലമാണ്, അല്ലെ? അപ്പൊ ആ മോശഫലത്തെ നമുക്ക് എങ്ങനെ ഒഴിവാക്കുക? ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയും ഒക്കെ മനസ്സിൽ നല്ലോണം വിചാരിക്കുക. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ നാമൊക്കെ ജപിച്ചോളൂ. ഇപ്പൊ 7-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടും 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുമുള്ള മോശഫലത്തെ ഒരു പരിധിവരെ, മുഴുവനല്ല അങ്ങനെ വിചാരിക്കരുത്, ഒരു പരിധിവരെ നമ്മളുടെ നാമജപത്തിലൂടെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. കർമ്മഫലം എന്നുള്ളതുണ്ടേ, എത്ര ചെയ്തു കഴിഞ്ഞാലും കുറച്ച് ദുരിതമൊക്കെ നമ്മൾ എന്തായാലും അനുഭവിക്കേണ്ടി വരും. 29-ാം തീയതി വരെ ചൊവ്വ 8-ലും അതിനുശേഷം 8-ൽ നിന്ന് 9-ലേക്കല്ല വരിക, 7-ലേക്കാണ് വരുന്നത്. ബുധൻ വക്രഗതിയാണ്. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, കാര്യജയം ഉണ്ടാവുക, നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം നമുക്ക് അനുഭവിക്കാനിട വരിക, നമ്മളുടെ ധനത്തിന് വർധനവുണ്ടാവുക, ധനപുഷ്ടി വന്നു ചേരുക, ഏത് കാര്യങ്ങളിലും നിപുണത വന്നു ചേരുക, മനസ്സിന് സന്തോഷമുള്ളൊരു ഫലത്തെയാണ് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരിക. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് 29-ാം തീയതി വരെയാണ് കേട്ടോ, അത് മനസ്സിലാക്കുക. 29-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് ബുധൻ വരുമ്പോൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്, കലഹം ഉണ്ടാവുക. അപ്പൊ 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കലഹം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അത് ബുധനെ കൊണ്ടായതുകൊണ്ട് നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ മോശഫലം നമ്മളിലേക്ക് വരാതെ നമുക്ക് തന്നെ ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. കുറച്ചു കാലമായിട്ട് 12-ലാണ് വ്യാഴം നിൽക്കുന്നത്, മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ഇടവക്കൂറുകാർക്ക് അറിയാം. പലവിധേന വഴി നടക്കലുണ്ടാവുക, അലച്ചിലുണ്ടാവുക, പലവിധ വ്യാധികൾ അനുഭവിക്കുക. അപ്പൊ ഈ വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലം ഇല്ലാതാക്കണ എങ്ങനെയാ? ഗുരുവായൂരപ്പനുണ്ടല്ലോ, നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാം, അല്ലേ? നമ്മുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലനിൽക്കുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം, അല്ലേ? നമുക്ക് അമ്പലത്തിൽ പോകാനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാമല്ലോ. 10 മിനിറ്റ് നാമം ജപിക്കാം. ഒരു ദിവസം 24 മണിക്കൂറാണല്ലോ, എല്ലാവർക്കും അറിയാം. ആ 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നാമം ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല ഫലം നമുക്ക് ആ ദിനം അനുഭവിക്കാൻ ഇടവരുമെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് നാമം ജപിക്കാലോ. 25-ാം തീയതി വരെ ശുക്രൻ 6-ലാണ്. ശത്രുക്കളാലുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. 25-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് വരുമ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 6-ൽ നിൽക്കുമ്പോഴും 7-ൽ നിൽക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ടക ശനി സ്ഥാനമായിട്ടുള്ള 10-ൽ ശനി നിൽക്കുമ്പോൾ കർമ്മസിദ്ധി എന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുവെങ്കിലും, അതായത് കർമ്മസിദ്ധി എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, പക്ഷെ അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു മോശഫലം. അതേപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുറച്ചു കാലമായിട്ട് തന്നെ ശനി 10-ലാണ്. ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് പൊതുവെ അറിയാം. 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചുവെങ്കിൽ 10-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് വിദ്യയ്ക്കും യശസ്സിനും ഹാനി വരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങൾ
നമുക്ക് ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും ഇടവക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ എല്ലാം മറികടക്കുവാനായിട്ട് നമ്മളുടെ നാമജപത്തിലൂടെ തന്നെ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. മകീരത്തര, തിരുവാതിര, പുണർതം, മുക്കാലും മിഥുനക്കൂറുകാർക്ക് 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി ഉണ്ടാവുക, അതായത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് ഒരു പരിധിവരെ എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട്. 28-ാം തീയതി വരെ ചൊവ്വ 6-ലും അതിനുശേഷം 7-ലേക്കാവും. 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കലഹഭയം, കലഹം ഉണ്ടാവുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയത്തെ സൂചിപ്പിക്കുന്നു. എങ്കിലും കലഹമൊന്നും ഉണ്ടാവില്ല. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. പലവിധേന ധനലാഭം ഉണ്ടാവുക, നമ്മളുടെ സ്വത്തുക്കൾക്ക് വർധനവുണ്ടാവുക. ഈ ചൊവ്വയെ കൊണ്ടാണ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരിക. ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ടൊക്കെ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുവെങ്കിൽ ഒരു പരിധിവരെ ആ തർക്കങ്ങളൊക്കെ ഇല്ലാതായി നമ്മളിലേക്ക് വന്നു ചേരുക ഭൂമി. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ ധനം വന്നു ചേരുക. ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. 28-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാര്യ-ഭർത്തൃ കലഹം ഉണ്ടാവുക. അപ്പോൾ ഭാര്യ-ഭർത്തൃ കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കലഹം ഉണ്ടാവുന്നത് തന്നെ അല്ലേ. അപ്പോൾ കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. 7-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ടുള്ള ഉദരവ്യാധി 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു. 29-ാം തീയതി വരെ 7-ലാണ് ബുധൻ. അതിനുശേഷം 7-ൽ നിന്നും 8-ലേക്കല്ല ബുധൻ വരുന്നത്, 6-ലേക്കാണ്. ബുധന് വക്രഗതിയാണ്. 7-ൽ നിൽക്കുമ്പോഴും കലഹം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കി വെക്കുക. 29-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഫലം അനുഭവിക്കുക, കാര്യജയം ഉണ്ടാവുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുക, സ്ഥാന ഔന്നത്യം വന്നു ചേരുക, സ്ഥാനമാനങ്ങൾ ലഭിക്കുക, പ്രമോഷൻ ലഭിക്കുക. ഇപ്പൊ ബുധനെ കൊണ്ടാണ് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. അവർ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. കുറച്ചു കാലമായിട്ട് വ്യാഴം 11-ലാണ് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന മിഥുനക്കൂറുകാർക്ക് തന്നെ അറിയാം. 11-ൽ നിൽക്കുമ്പോൾ സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, ഇഷ്ടകാര്യ സിദ്ധി ഉണ്ടാവുക, ഇഷ്ടകാര്യ ലബ്ധി ഉണ്ടാവുക. നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുക. എപ്പോഴും എല്ലാവർക്കും ആഗ്രഹം വ്യാഴം 11-ൽ നിൽക്കുന്നതുമാണ്. ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾ ചന്ദ്രാൽ നോക്കുമ്പോൾ മാസങ്ങൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. 25-ാം തീയതി വരെ ശുക്രൻ 5-ലും അതിനുശേഷം 6-ലേക്കാവും. 5-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലവിധേന ധനലാഭം ഉണ്ടാവുക, സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക, സന്താന സുഖം വന്നു ചേരുക, സന്താന ലാഭം വന്നു ചേരുക, നമ്മളുടെ ബന്ധുക്കളോട് കൂടി സുഖമായിട്ട് വസിക്കുക, ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക, ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് വന്നു ചേരുക. 25-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് ശുക്രൻ വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രുക്കളാലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. 9-ൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കുറച്ചു കാലമായിട്ട് 9-ൽ തന്നെയാണ് ശനി മിഥുനക്കൂറുകാർക്ക്. ജന്മത്തിലും 4-ലും 8-ലും നിൽക്കുന്നതായിട്ടുള്ള അത്ര മോശഫലം 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഭാഗ്യസ്ഥാനമാണോ 9. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, ലക്ക് ഫാക്ടർ കുറയുക, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ധർമാചരണങ്ങൾ മുടങ്ങുക, ചെയ്യാൻ സാധിക്കാതെ വരിക, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ധർമാചരണങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക, സ്വധർമാചരണ വിഘ്നങ്ങൾ വന്നു ചേരുക. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പുണർതം, കാലുപൂയം, ആയില്യം, കർക്കിടകക്കൂറുകാർക്ക് 6-ലാണ് സൂര്യൻ നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ശത്രു രോഗ ദുഃഖ ശമനം,
ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒന്നും വന്നു ചേരാത്ത കാലയളവ്. അതേപോലെ തന്നെ ഏതെങ്കിലും വിധാന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും മുക്തി വന്നു ചേരുന്ന കാലയളവ്. ഏതെങ്കിലും വിധാന ദുഃഖദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ ദുഃഖങ്ങളും ഇല്ലാതാകുന്ന കാലയളവ്. ഗംഭീരമായിട്ടുള്ള ഫലമാണ് 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട്. 28-ാം തീയതി വരെ 5-ലാണ് ചൊവ്വ, അതിനുശേഷം 6-ലേക്കാവും. 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കുറച്ച് മോശഫലത്തെയും 6-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. 5-ൽ നിൽക്കുമ്പോൾ ശത്രുഭയം, രോഗഭയം, ശത്രുക്കളുടെ ഉപദ്രവം വന്നു ചേരുമോ എന്നുള്ളൊരു ഭയം, രോഗദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു ഭയം, മാനസികമായിട്ടുള്ള ഭയവും മോശഫലമാണല്ലോ. അതുപോലെ തന്നെ സന്താനങ്ങൾ നിമിത്തം തന്നെ ദുരിതങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗത്തെയും 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നു. 28-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് ചൊവ്വ വരുമ്പോൾ കലഹഭയം, കലഹം ഉണ്ടാവുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയത്തെ സൂചിപ്പിക്കുന്നു. എങ്കിലും കലഹമൊന്നും ഉണ്ടാവില്ല. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല ഫലം, ശത്രുക്കളോട് വേർപാടുണ്ടാവുക, വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നമ്മളുടെ സ്വത്തിന് വർധനവുണ്ടാവുക. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരിക. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തർക്കങ്ങളൊക്കെ മാറി ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. 29-ാം തീയതി വരെ ബുധൻ 6-ലാണ്, വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കാര്യജയം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക. എല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹം. സ്ഥാന ഔന്നത്യം ഉണ്ടാവുക, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, പ്രമോഷൻ ലഭിക്കുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക. 6-ൽ നിന്ന് 7-ലേക്കല്ലാട്ടോ ബുധൻ വരുന്നത്, 6-ൽ നിന്ന് 5-ലേക്കാണ് ബുധൻ വരുന്നത്. വക്രഗതിയാണ്. 29-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് വരുമ്പോൾ ഭാര്യാഭർത്തൃ കലഹം ഉണ്ടാവുക, ഭാര്യാപുത്ര കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ ബുധനെ കൊണ്ടാണ് ഈ കലഹം എന്ന ഫലത്തെ സൂചിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കി. അതായത് നമ്മളുടെ വാക്കുകൾ നിമിത്തം തന്നെയാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 10-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കർമ്മവൈകല്യം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയുള്ള ധനം നമ്മളുടെ തൊഴിലിടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ വരിക. അതേപോലെ തന്നെ ധനപരമായിട്ട് ചെലവുകൾ കൂടുക. ശുക്രൻ 25-ാം തീയതി വരെ 4-ലും അതിനുശേഷം 5-ലേക്കാവും. 4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4-ൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഫലം ഇന്ദ്രനെ പോലെയൊക്കെ ശക്തി ഉണ്ടാവുമെന്നാ പറയുക. ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. എന്തായാലും നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ ബന്ധുക്കളോട് കൂടി സുഖമായിട്ട് വസിക്കുക. 25-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് ബുധൻ വരുമ്പോൾ സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കുക, സന്താന ലാഭം ഉണ്ടാവുക, പലവിധേന ധനലാഭം ഉണ്ടാവുക, ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക. ആ ഗുരുജനങ്ങളിൽ നിന്ന് നമുക്ക് അനുഗ്രഹം വന്നു ചേരുക. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഏത് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ വരൂ. നമ്മളുടെ ബന്ധുക്കളോട് കൂടി സുഖമായിട്ട് വസിക്കുക. കർക്കിടകക്കൂറുകാർക്ക് 8-ൽ ശനി നിൽക്കുന്നു, അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഒരു ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കലഹം ഉണ്ടാവുക, ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും കലഹം ഉണ്ടാവാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഓരോരോ ദുരിതങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുകയാണ് അല്ലെ. അപ്പൊ കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിനൊക്കെ ചെലവ് വന്നു ചേരുക. സ്വജനങ്ങളോട്, അതായത് നമ്മളുടെ ബന്ധുക്കളോട് അകന്നു നിൽക്കേണ്ടി വരിക. ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള മോശഫലം അനുഭവിക്കുമ്പോഴും രോഗദുരിതങ്ങൾ വന്നു ചേരുക. 8-ൽ നിൽക്കുന്ന ശനി നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചും അയ്യപ്പനെയും മഹാദേവനെയും പ്രത്യേകിച്ച് മനസ്സിൽ വിചാരിക്കേണ്ടതുണ്ട്. നാമം ജപിക്കുക. ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കാം. നമുക്കറിയാവുന്നതായിട്ടുള്ള മഹേശ്വര സ്തോത്രങ്ങൾ ചെല്ലാം. അപ്പൊ ഈ 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ള മോശഫലം ഒന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല. നാമജപമാണ്, ഈശ്വര സേവയാണ് നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള ഓരോ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നതും ഓരോ ദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ അതിനെ സഹിക്കുവാനായിട്ട് നമ്മളുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്നതും. മകം പൂരം ഉത്രം കാല ചിങ്ങക്കൂറുകാർക്ക് 5-ലാണ് സൂര്യൻ നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക.
ശത്രുക്കളാലുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. അപ്പൊ ഈ മോശ ഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ചോളൂ. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള മഹാദേവ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, നമ്മളുടെ കുടുംബത്തിരുന്ന് കുറച്ച് സമയം നാമം ജപിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 5-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 28-ാം തീയതി വരെ ചൊവ്വ 4-ലാണ്, അതിനുശേഷം 5-ലേക്കാവും. 4-ൽ നിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടുള്ള സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലമല്ലല്ലോ വരിക. അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഉദരവ്യാധി ഉണ്ടാവുക, വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ആഹാരം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 28-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് ചൊവ്വ വരുമ്പോൾ ശത്രുഭയം, രോഗഭയം, ശത്രുക്കൾ നിമിത്തം തന്നെ നമുക്ക് ദുരിതങ്ങൾ വന്നു ചേരുമോ, പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. മാനസികമായിട്ടുള്ള ഭയവും മോശഫലമാണല്ലോ. അതേപോലെ തന്നെ സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടതകൾ വന്നു ചേരുക. അപ്പൊ 4-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടും 5-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടും ഉള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതി, സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ മനസ്സിൽ വിചാരിക്കുക. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ നാമമൊക്കെ ഒരു 12 ജപിച്ചോളൂ. 4-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെയും 5-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെയും ഒന്നും മോശഫലം നമ്മളിലേക്ക് വരാതെ ഭഗവതി തന്നെ നമ്മളെ കാത്തോളൂ. 29-ാം തീയതി വരെ ബുധൻ 5-ലാണ്. 29-ാം തീയതിക്ക് ശേഷം 5-ൽ നിന്ന് 6-ലേക്കല്ല ബുധൻ വരുന്നത്, 4-ലേക്കാണ്. ബുധൻ വക്രഗതിയാണ്. 5-ൽ ബുധൻ നിൽക്കുമ്പോൾ ഭാര്യ പുത്ര കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും താല്പര്യമുള്ള കാര്യമല്ല, ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ ഈ കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ നമ്മളിലേക്ക് വരാതെ നമുക്ക് ശ്രദ്ധിക്കാം. 29-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലവിധേന ധനലാഭം ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ബന്ധുക്കൾക്കും നമ്മളുടെ കുടുംബത്തിനും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാവുക, നമുക്കും അഭ്യുന്നതി ഉണ്ടാവുക. നമുക്ക് ചേർന്ന് നിൽക്കുന്നവർക്കും അഭ്യുന്നതി വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമുക്കും നല്ലതല്ലേ, നമുക്കും നല്ല ഫലമല്ലേ ഉണ്ടാവുക. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ വ്യാഴം നിൽക്കുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് വ്യാഴം 9-ലാണ്. പലവിധേന നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, നമുക്ക് കുടുംബ സുഖം അനുഭവിക്കുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഭർത്തൃസുഖം അനുഭവിക്കുക, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഭാര്യാസുഖം അനുഭവിക്കുക. നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കുക. കാര്യസിദ്ധി ഉണ്ടാവുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് വന്നു ചേരുക. ആജ്ഞാസിദ്ധി ഉണ്ടാവുക. ആജ്ഞാസിദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കൈ വന്നു ചേരുന്ന ഒരു നല്ല ഫലമാണല്ലോ ആജ്ഞാസിദ്ധി. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതങ്ങോട്ട് ചെയ്യാൻ തോന്നും. ഏത് കാര്യങ്ങൾക്കും നല്ല രീതിയിൽ സാമർഥ്യം വന്നു ചേരുക. 9-ൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 25-ാം തീയതി വരെ ശുക്രൻ 3-ലാണ്, അതിനുശേഷം 4-ലേക്കാവും. 3-ൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫലത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 25-ാം തീയതി വരെ 3-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ആജ്ഞാസിദ്ധി ഉണ്ടാവുക. വ്യാഴത്തെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അതേ ഫലം ഇവിടെയും സൂചിപ്പിക്കുന്നു, ആജ്ഞാസിദ്ധി. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്ത കാലയളവ്, ശത്രുനാശം. അതുപോലെ തന്നെ ബഹുമാനസിദ്ധി ഉണ്ടാവുക, അതായത് നമ്മൾ ആദരിക്കപ്പെടുക, സമൂഹത്തിൽ നമുക്ക് വില വന്നു ചേരുക. 25-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് വരുമ്പോൾ ഇന്ദ്രനെ പോലെയൊക്കെ ശക്തി ഉണ്ടാവുന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി നമുക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. എന്തായാലും നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. നമ്മളുടെ ബന്ധുക്കളോടുകൂടി സുഖമായിട്ട് വസിക്കുന്ന നല്ല ഫലത്തെയാണ് 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് 7-ലാണ് ശനി നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുർജന സംസർഗം, അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് വരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ. അതുപോലെ തന്നെ ഒട്ടും വിചാരിക്കാതെ തന്നെ ദൂരദേശ യാത്രയൊക്കെ ഉണ്ടാവുക. നമുക്ക് വേണ്ടി തന്നെയാണ് യാത്ര ചെയ്യുന്നത് എങ്കിലും അലച്ചിലുണ്ടാവുക, അത് മോശഫലമാണല്ലോ. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ തുടരുക. നമ്മളിലേക്ക് അറിയാതെ തന്നെ വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാനായിട്ട്
നാമജപത്തിലൂടെ സാധിക്കും, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ സാധിക്കും, ഈശ്വര സേവയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. ഉത്രം മുക്കാല് അത്തം ചിത്തിര കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന വാരം 4-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. പലവിധേന രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. 28-ാം തീയതി വരെ ചൊവ്വ 3-ലാണ്, വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 28-ാം തീയതിക്ക് ശേഷം 3-ൽ നിന്ന് 4-ലേക്ക് ചൊവ്വ വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 28-ാം തീയതി വരെ ചൊവ്വ 3-ൽ നിൽക്കുമ്പോൾ ധാതു ദ്രവ്യപ്രാപ്തി ഉണ്ടാവുക. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും വന്നു ചേരാത്ത നല്ല കാലയളവിനെയാണ് 3-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. അപ്പോൾ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വരിക. ഇപ്പൊ കൃഷി ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്ന കൃഷിയിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ആദായം ഉണ്ടാവുക. അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തർക്കങ്ങളെല്ലാം ഒരു പരിധി വരെ ഇല്ലാതായി ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. 28-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഫലങ്ങളുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദുർജന സംസർഗം, അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനിടയുള്ള സാഹചര്യം. നമുക്ക് ചേരാത്തവരുമായിട്ടൊക്കെ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഫലമല്ലല്ലോ വരിക. ഉദരരോഗം ഉണ്ടാവുക, വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയല്ലേ ഒരു പരിധിവരെ. അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ടുള്ള ആഹാരം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 29-ാം തീയതി വരെ ബുധൻ 4-ലാണ്. 29-ാം തീയതിക്ക് ശേഷം ബുധൻ 4-ൽ നിന്ന് 5-ലേക്കല്ല വരുന്നത്, 4-ൽ നിന്ന് 3-ലേക്കാണ്, പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്, വക്രഗതിയാണ്. 29-ാം തീയതി വരെ ബുധൻ 4-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നമ്മളുടെ ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാവുക. നമ്മളുടെ ബന്ധുക്കൾക്ക് തന്നെ അഭിവൃദ്ധി വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ കൂടെ അഭിവൃദ്ധി ഉണ്ടാകുമല്ലോ. 29-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുമ്പോൾ അകാരണമായിട്ടുള്ള ശത്രുഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ശത്രുക്കൾ നിമിത്തമുള്ള ദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. കന്നിക്കൂറുകാർക്ക് കുറച്ച് കാലമായിട്ട് 8-ലാണ് വ്യാഴം നിൽക്കുന്നത്. പൊതുവിൽ ഒരു ഈശ്വരാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു. ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് പറയുന്നു എങ്കിൽ 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തതായിട്ടുള്ള പലവിധ ദുരിതങ്ങൾ 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നു. കുറച്ച് കാലമായിട്ട് 8-ലാണ് വ്യാഴം. 8-ൽ നിന്ന് 9-ലേക്ക് മാറുമ്പോഴേ ഈ ഫലത്തിന് വ്യത്യാസം വരൂ. 8-ൽ നിന്ന് 9-ലേക്ക് മാറുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ്, 9-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പൊ 8-ലാണ്, അതും തിരിച്ചറിയുക. 8-ൽ നിൽക്കുമ്പോൾ കഠിനങ്ങളായിട്ടുള്ള വ്യാധികള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്. അപ്പൊ ഈ മോശഫലം നമ്മളിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. യാതൊരു സംശയമില്ല, ഈ 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ മോശഫലം ഗുരുവായൂരപ്പൻ തന്നെ ഇല്ലാതാക്കും. നമുക്ക് എപ്പോഴും ഗുരുവായൂർക്ക് പോകാനും സാധിച്ചു എന്ന് വരില്ല അല്ലെ. അപ്പൊ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം. ഇപ്പൊ എപ്പോഴും എല്ലാവർക്കും അമ്പലത്തിലും പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് കുടുംബത്തിരുന്ന് 10 മിനിറ്റ് നാമം ജപിച്ചാൽ മതി. ഒരു ചിട്ടയായിട്ട് നാമം ജപിച്ചോളൂ. യാതൊരു സംശയമില്ല, ഈ 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലം എല്ലാം ഇല്ലാതാവും. ശുക്രൻ 25-ാം തീയതി വരെ 2-ലും അതിനുശേഷം 3-ലേക്കാവും. 2-ൽ നിൽക്കുമ്പോഴും 3-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2-ൽ നിൽക്കുമ്പോഴും 3-ൽ നിൽക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു പൊതുഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ബഹുമാന സിദ്ധി ഉണ്ടാവുക, നമ്മൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുക, നമുക്കൊരു വില വരിക എന്നൊക്കെ പറയില്ലേ. നമ്മളുടെ തൊഴിൽ മുഖേനയാണെങ്കിലും
ആദരവ് ലഭിക്കുക. രണ്ടാം ഭാവം കൊണ്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രൻ 2-ൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക, എല്ലായ്പ്പോഴും സന്തോഷമുള്ള കുടുംബത്തോടു കൂടി ഒത്തുചേരുക. 25-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഫലം ആജ്ഞാസിദ്ധി ഉണ്ടാവുക. ആജ്ഞാസിദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് കൈ വന്നു ചേരുന്ന ഒരു നല്ല ഫലമാണ് ആജ്ഞാസിദ്ധി. ഇതുകൂടാതെ വിശേഷപ്പെട്ടതായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു ഫലമാണ് ശത്രുനാശം. അതായത് 3-ലേക്ക് വരുമ്പോൾ ശത്രുപരമായിട്ടുള്ള യാതൊരു ഉപദ്രവവും വന്നു ചേരാത്ത കാലയളവ്, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. 6-ൽ ശനി നിൽക്കുമ്പോഴും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗദുരിതങ്ങൾക്കും ശാന്തി വന്നു ചേരുന്ന കാലയളവ്. കുറച്ചു കാലമായിട്ട് 6-ലാണ് ശനി. അപ്പൊ 8-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കന്നിക്കൂറുകാരുടെ ഗ്രഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ തുടരുക. നമ്മളിലേക്ക് അറിയാതെ തന്നെ വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ എല്ലാം ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ചിത്തിരാര ചോതി വിശാഖം മുക്കാല് തുലാക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് 3-ലാണ്. വളരെ നല്ല ഫലത്തെയാണ് 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, അതായത് നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. അത്രയൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഫലത്തെ വീണ്ടും സൂചിപ്പിക്കുന്നു. ശത്രുനാശം ഉണ്ടാവുക, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒന്നും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. 28-ാം തീയതി വരെ ചൊവ്വ 2-ലും അതിനുശേഷം 3-ലേക്ക് വരും. 2-ൽ നിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ചൊവ്വയെ കൊണ്ട്. 2-ൽ നിൽക്കുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ടായതിനാൽ 2-ൽ ചൊവ്വ നിൽക്കുമ്പോൾ പണം സൂക്ഷിച്ചു വയ്ക്കേണ്ടതുണ്ട്, സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതുണ്ട്. കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ശത്രു നിമിത്തം തന്നെ ദുഃഖങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു 2-ൽ നിൽക്കുമ്പോൾ. പക്ഷേ 28-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് ചൊവ്വ വരുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ധാതു ദ്രവ്യപ്രാപ്തി ഉണ്ടാവുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തർക്കങ്ങളെല്ലാം മാറി ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ആദായം ലഭിക്കുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലം ഇവിടെയും സൂചിപ്പിക്കുന്നു. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീര ഫലത്തെയാണ് 28-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് ചൊവ്വ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന 29-ാം തീയതി വരെ ബുധൻ 3-ലാണ്. 29-ാം തീയതിക്ക് ശേഷം 3-ൽ നിന്ന് 4-ലേക്കല്ല ബുധൻ വരുന്നത്, 3-ൽ നിന്ന് 2-ലേക്കാണ്. വക്രഗതിയായിട്ടാണ് ബുധന്റെ സഞ്ചാരം. 3-ൽ നിൽക്കുമ്പോൾ കുറച്ച് മോശഫലത്തെയും 2-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അകാരണമായിട്ടുള്ള ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. മാനസികമായിട്ടുള്ള ഭയവും മോശഫലമാണല്ലോ. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ 2-ലേക്ക് വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2-ലേക്ക് വരുമ്പോൾ നമ്മളുടെ വാക്കുകൾക്ക് സമൃദ്ധി ഉണ്ടാവുക, നമ്മുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നമ്മളുടെ വാക്കുകൾക്ക് വില വന്നു ചേരുക. അതേപോലെ തന്നെ 2-ാം ഭാവം കൊണ്ടാണല്ലോ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക. ഇപ്പൊ ചൊവ്വയെ കൊണ്ട് 2-ൽ നിൽക്കുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ബുധനെ കൊണ്ട് ധനപരമായിട്ടുള്ള ലാഭത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പൊ ഈ ഏത് ഫലമാണ് നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് പൊതുവിൽ ഒരു സംശയം തോന്നാം. ഒരു തെറ്റും പറയാൻ പറ്റില്ല, എനിക്കാണെങ്കിലും സംശയം തോന്നും. അപ്പൊ നമ്മളുടെ ജാതകപ്രകാരം ബുധനാണോ ചൊവ്വയ്ക്കാണോ ബലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഫലത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെ വിദ്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ടായതിനാൽ ബുധനെ കൊണ്ടാണ് പ്രത്യേകിച്ചും ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുക.
അവർ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. വളരെ നല്ല ഫലത്തെയാണ് കുടുംബസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. തുലാക്കൂറുകാർക്ക് 7-ലാണ് വ്യാഴം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 7-ൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വാക്സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക. നമുക്ക് വേണ്ടുന്ന ബുദ്ധി കൈവന്നു ചേരുക. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ബുദ്ധി വന്ന് ചേർന്ന് കഴിഞ്ഞാലാണല്ലോ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുക. എല്ലാവർക്കും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും നല്ല ബുദ്ധി വന്ന് ചേർന്നിട്ടേ കാര്യമുള്ളൂ, അല്ലേ? അതുകൊണ്ട് തന്നെ കാര്യസിദ്ധി ഉണ്ടാവുക. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരുമല്ലോ. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ കാര്യസിദ്ധി ഉണ്ടാവുക, കാര്യലാഭം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, നല്ല ഫലം അനുഭവിക്കുക. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരുമ്പോഴോ അതിൽ നിന്ന് ധനലാഭം ഉണ്ടാവുക, ധനവർദ്ധനവുണ്ടാവുക, നമുക്ക് ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 7-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് തുലാക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ബുധനെ കൊണ്ടും വാക്സാമർഥ്യം, ധനലാഭം സൂചിപ്പിച്ചു. വ്യാഴത്തെ കൊണ്ടും നല്ല ഫലത്തെ സൂചിപ്പിച്ചു, വാക്സാമർഥ്യം, ബുദ്ധി സാമർഥ്യം. അപ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കുടുംബസ്ഥർക്കും ഒക്കെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും. 25-ാം തീയതി വരെ ജന്മത്തിലാണ് ശുക്രൻ, അതിനുശേഷം 2-ലേക്കാവും. ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുക്രൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ഭാര്യാസംഗമം. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് മുൻകൈ എടുക്കുക. വളരെ നല്ല രീതിയിൽ വരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ കുട്ടികൾക്കും അച്ഛനും അമ്മയും ഒക്കെ വേണം, അല്ലേ? 2-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക, ധനത്തിന് വർധനവുണ്ടാവുക, ബഹുമാനസിദ്ധി ഉണ്ടാവുക, നമ്മൾ ആദരിക്കപ്പെടുക, സമൂഹത്തിൽ എല്ലായ്പ്പോഴും സന്തോഷമുള്ള കുടുംബത്തോടു കൂടി ചേർന്നിരിക്കുക. കുറച്ചു കാലമായിട്ട് 5-ലാണ് ശനി. 4-ലും ജന്മത്തിലും 8-ലും 12-ലും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള അത്രയേറെ മോശഫലമൊന്നും 5-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടില്ല. പക്ഷെ കുറച്ച് മോശഫലമാണ്. പുത്രന്മാര് നിമിത്തം അരിഷ്ടതകൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. തുലാക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ പ്രാർത്ഥനയിലൂടെ, ഈശ്വര സേവയിലൂടെ അതിനെ എല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. വിശാഖം കാലകാരിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് 2-ലാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 2-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്യരാൽ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. ധനപരമായിട്ട് ചിലവ് കൂടുവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. 28-ാം തീയതി വരെ ചൊവ്വ ജന്മത്തിലും അതിനുശേഷം 2-ലേക്കാവും. ജന്മത്തിൽ നിന്ന് കഴിഞ്ഞാലും 2-ൽ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ജന്മത്തിൽ നിൽക്കുമ്പോൾ, അതായത് 28-ാം തീയതി വരെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാര്യഭംഗം, കാര്യവിനാശം ഉണ്ടാവുക, അങ്ങനെയുള്ളൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. 28-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് ചൊവ്വ വരുമ്പോൾ കള്ളന്മാര് നിമിത്തം തന്നെ നമ്മളുടെ പണം മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ധനപരമായിട്ട് സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശത്രുക്കൾ നിമിത്തം തന്നെ ദുഃഖങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക, അങ്ങനെയുള്ളൊരു മോശഫലത്തെയും 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ സ്തോത്രമൊക്കെ കുറച്ച് സമയം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. 29-ാം തീയതി വരെ ബുധൻ 2-ലാണ്, അതിനുശേഷം ജന്മത്തിലേക്ക് വരുന്നു. 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവുക, നമ്മളുടെ വാക്കുകൾ നിമിത്തം തന്നെ നല്ല അനുഭവം വന്നു ചേരുക, നമ്മളുടെ വാക്കുകൾക്ക് വില വരിക. അപ്പോൾ 29-ാം തീയതി വരെ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ടാണ്, ബുധനെ കൊണ്ടാണ്. എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിനൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക.
29-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. അതായത് നമ്മളുടെ വാക്കുകൾ നിമിത്തം തന്നെ കലഹം ഉണ്ടാവാനിടയുണ്ടെന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക, അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഓരോരോ ഗ്രഹങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള മോശഫലങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളും ഇല്ലാതാകൂലോ. കുറച്ചു കാലമായിട്ട് വ്യാഴം 6-ലാണ്. സുഖസാധനങ്ങൾ ഉണ്ടായാൽ പോലും ആ സുഖം അനുഭവിക്കാനിടയില്ലാത്തൊരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥ. 25-ാം തീയതി വരെ ശുക്രൻ 12-ലും അതിനുശേഷം ജന്മത്തിലേക്ക് വരുന്നു. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് വൃശ്ചികക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യലാഭം, വസ്ത്രാദി സമൃദ്ധി, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ നമുക്ക് അണിയുവാനായിട്ട് സാധിക്കുക. 29-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ ഭാര്യാസംഗമം, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഒരു പരിധിവരെ നിസാര കാര്യങ്ങൾക്കാണ് പിരിഞ്ഞു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക, വീണ്ടും ഒന്നിച്ചു ചേരുക. കാരണം നമ്മളുടെ കുട്ടികൾക്കും അച്ഛനും അമ്മയും ഒക്കെ വേണം അല്ലേ. കുറച്ചു കാലമായിട്ട് 4-ലാണ് ശനി, കണ്ടകശനി സ്ഥാനമാണ് 4. അതുകൊണ്ട് തന്നെ കുറച്ച് മോശഫലത്തെയാണ് വൃശ്ചികക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടാത്ത ബുദ്ധി വന്നു ചേരുക, മനസ്സിൽ കൗടില്യം വരിക. നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിയാണല്ലോ തോന്നേണ്ടത്. ഇതിപ്പോൾ നല്ല ബുദ്ധിയല്ല വരുന്നത്. അതായത് 4-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുർബുദ്ധിയെ സൂചിപ്പിക്കുന്നു. വേണ്ടാത്ത ബുദ്ധി വന്നു ചേരുക, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ജീവിതത്തിൽ വന്നു ചേരുന്ന പലവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എളുപ്പവഴി കണ്ടെത്തുക. ആ എളുപ്പവഴി അത്ര നല്ല വഴി ആയിക്കൊള്ളണമെന്നില്ല. എളുപ്പത്തിലൂടെ നമുക്ക് ഒരു കാര്യം സാധിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ശനിയെ കൊണ്ട് കലഹം ഉണ്ടാവുക, ഭാര്യ കലഹം, കുടുംബത്ത് കലഹം, ഭാര്യ വിരഹം. അപ്പൊ ഈ കലഹം ഉണ്ടാവുന്നതും നമ്മളുടെ വാക്കുകൾ കൊണ്ട് നിമിത്തമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക, ധനത്തിന് ചെലവ് കൂടുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. 4-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ളതായ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അയ്യപ്പനെയും മഹാദേവനെയും പ്രാർത്ഥിക്കുക. ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് കുറച്ച് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്കൊന്നും പോകാൻ സാധിച്ചു എന്ന് വരില്ലല്ലോ. നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും ഒക്കെ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്താൽ മതി. സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യുന്ന നാമജപത്തിലൂടെ, ക്ഷേത്ര ദർശനങ്ങളിലൂടെ, പുണ്യമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ പ്രാർത്ഥനയിലൂടെ, ഈശ്വര സേവയിലൂടെ അതിനെ എല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. മൂലം, പൂരാടം, ഉത്രാടം കാല് ധനുക്കൂറുകാർക്ക് ഈ വരുന്ന വാരം ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മളുടെ ദേഹത്തിന് തന്നെ കുറച്ച് ക്ഷീണം അനുഭവിക്കാനിട വരിക, ദേഹപീഠകൾ വന്നു ചേരുക. കുറച്ച് മോശഫലമാണ്. മാർഗസഞ്ചാരം, അലച്ചിലുണ്ടാവുക, ധനപരമായിട്ട് ചെലവുകൾ കൂടുക, പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക. ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള മഹാദേവ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. ഞാൻ പൊതുവിൽ വീഡിയോയിൽ പറയാറുള്ളത് പോലെ നമുക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി തൊഴുതാൽ തന്നെ നമ്മളുടെ പകുതി ദുരിതങ്ങളും മാറും. 28-ാം തീയതി വരെ 12-ലാണ് ചൊവ്വ, അതിനുശേഷം ജന്മത്തിലേക്കാണ് വരുന്നത്. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ഒരു പൊതു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. വാഹനം ഉപയോഗിക്കുമ്പോൾ ഈ കാലയളവിൽ ധനുക്കൂറുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 12-ൽ നിൽക്കുമ്പോൾ പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുക. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ അനാവശ്യമായിട്ട് ധനത്തിന് ചെലവ് വന്നു ചേരുക. 28-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. കാര്യഭംഗം, കാര്യവിനാശം, അതായത് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല ഫലം നമുക്ക് വന്നു ചേരാത്തൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശ്രദ്ധയിലൂടെ തന്നെ നമുക്ക് പലവിധ ദുരിതങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ സ്തോത്രമൊക്കെ ഒരു 12 ജപിച്ചോളൂ. യാതൊരു സംശയമില്ല, ഈ 12-ൽ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലം നമ്മളിലേക്ക് വരാതിരിക്കും, സംശയമില്ല.
29 വരെ ബുധൻ ജന്മത്തിലാണ്, അതിനുശേഷം 12 ജന്മത്തിൽ നിൽക്കുമ്പോഴും 12 നിൽക്കുമ്പോഴും മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജന്മത്തിൽ നിൽക്കുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക, അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 12 വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക. ഇപ്പോൾ ധനുക്കൂറുകാർക്ക് സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ബുധനെ കൊണ്ടും ഒക്കെ മോശഫലത്തെയാണല്ലോ സൂചിപ്പിച്ചത്. പക്ഷെ ഈ മോശഫലങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുന്നത് വ്യാഴം 5 നിൽക്കുന്ന നല്ല ഫലമാണ് എന്ന് പറയേണ്ടതുണ്ട്. വ്യാഴം 5 നിന്ന് കഴിഞ്ഞാൽ ഈശ്വരാധീനത്തെ തന്നെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഈശ്വരാധീനം ഉണ്ടായാൽ തന്നെ പലവിധ ദുരിതങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളുണ്ട്. നമ്മൾ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ദുരിതങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകും. വ്യാഴം 5 നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം ലാഭമാണ് പറയുന്നത്. ധനലാഭം ഉണ്ടാവുക, ഗൃഹലാഭം ഉണ്ടാവുക, സന്താന സുഖം അനുഭവിക്കുക, സന്താന ലാഭം ഉണ്ടാവുക. ഇപ്പൊ സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക. നമ്മളുടെ കുട്ടികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഉന്നത വിജയം നേടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക. അതേപോലെ തന്നെ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 25 വരെ 11 ശുക്രൻ നിൽക്കുന്നത്, അതിനുശേഷം 12 11 നിൽക്കുമ്പോഴും 12 നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹം 11 നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ. ശുക്രൻ 11 നിൽക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യ സമൃദ്ധി ഉണ്ടാവുക, ധനസമൃദ്ധി ഉണ്ടാവുക, നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ അണിയുവാനായിട്ട് സാധിക്കുക, വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കുക, ബന്ധുഗുണം അനുഭവിക്കുക, ബന്ധുലാഭം ഉണ്ടാവുക, നല്ല ബന്ധുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. 12 നിൽക്കുന്ന ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യലാഭം, വസ്ത്ര ആദി സമൃദ്ധി. 3 നിൽക്കുന്ന ശനിയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അത് നമ്മളിലേക്ക് വന്നു ചേരുന്ന സർവ്വ ആഭീഷ്ട സിദ്ധി, നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ആനയെ വാങ്ങാൻ ആഗ്രഹിച്ചാൽ പോലും അതുവരെ നടക്കുമെന്നാണ് 3 നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ. എന്തായാലും ധനുക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ പ്രാർത്ഥനയിലൂടെ, ഈശ്വര സേവയിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര മകരക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് 12 12 നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാത്ത അവസ്ഥ വരിക, അതായത് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത അവസ്ഥ വരിക. നമ്മൾ ഓരോരോ കാര്യങ്ങൾ, നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ട്, മോശഫലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള 11 28 വരെ ചൊവ്വ നിൽക്കുന്നത്, അതിനുശേഷം 12 11 നിൽക്കുമ്പോൾ ജനപദ അധികാര ലാഭം ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ സുഖം അനുഭവിക്കുക. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൃഷിയിൽ നിന്ന് ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ ധനം വന്നു ചേരുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. 12 വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുക. ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. 29 വരെ 12 ബുധൻ, അതിനുശേഷം വക്രഗതിയാണ്. ബുധന് 11 വരുന്നത്, ജന്മത്തിലേക്കല്ല. 12 നിൽക്കുന്ന ബുധനെ കൊണ്ട് കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നു. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. പക്ഷെ 29 ശേഷം 11 വരുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പലവിധേന തന്നെ ധനലാഭം ഉണ്ടാവുക, വാക്കുകൾക്ക് സമൃദ്ധി ഉണ്ടാവുക, വാക് സാമർഥ്യം ഉണ്ടാവുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വിജയത്തിലേക്ക് വരിക, മനസ്സിന് നല്ല സന്തോഷം അനുഭവിക്കുക. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ അവർ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. കുറച്ചു കാലമായിട്ട് 4 വ്യാഴം നിൽക്കുമ്പോൾ ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ ദുഃഖം അനുഭവിക്കാനിട വരിക, ഒരേയിടത്തും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ദുരിതം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ വളരെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക.
നമ്മളുടെ കുടുംബത്തിൽ നിന്ന് കുറച്ച് സമയം കൃത്യമായിട്ട് 10 മിനിറ്റ് മതി നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. 25-ാം തീയതി വരെ ശുക്രൻ 10-ലാണ്, അതിനുശേഷം 11-ലേക്ക് വരുന്നു. 10-ൽ നിൽക്കുമ്പോൾ മോശഫലത്തെ സൂചിപ്പിക്കുന്നു. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹത്തിന്റെ കൂടെ തന്നെ അപമാനമുണ്ട്. കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 10-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രന്റെ നേരെ വിപരീത ഫലമാണ് 11-ലേക്ക് വരുമ്പോൾ ബന്ധു ഗുണം അനുഭവിക്കുക. നല്ല ബന്ധുക്കൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. പലവിധേന ദ്രവ്യസമൃദ്ധി, ധനസമൃദ്ധി, ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അണിയുവാനായിട്ട് സാധിക്കുക. സുഖശയനം, സുഖമായിട്ടുള്ള ഉറക്കം. 10-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രന്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് 11-ലേക്ക് 29-ാം തീയതിക്ക് ശേഷം ശുക്രൻ വരുമ്പോൾ പറയുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ലാണ് ശനി നിൽക്കുന്നത്. ധനപരമായിട്ട് ചെലവ് കൂടുവാനായിട്ടുള്ള സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു. കുറച്ചു കാലമായിട്ട് തന്നെ ശനി 2-ലാണ്, കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലും വിരക്തി വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പ്രാർത്ഥനയിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അവിട്ടത്തല ചതയം പൂരൂരുട്ടാതി മുക്കാല കുംഭക്കൂറുകാർക്ക് ഏത് ഗ്രഹങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായ 11-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 11-ൽ സൂര്യൻ നിൽക്കുമ്പോൾ സ്ഥാനാന്തരപ്രാപ്തി ഉണ്ടാവുക. അതായത് നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ മുക്തി വന്നു ചേരുക. വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ശുഭകർമ്മഫലം. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല ഫലം നമുക്ക് അനുഭവിക്കാനിട വരിക. 28-ാം തീയതി വരെ ചൊവ്വ 10-ലാണ്, അതിനുശേഷം 11-ലേക്കാവും. ചൊവ്വ 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും കുംഭക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 10-ൽ നിൽക്കുമ്പോൾ പല വിധത്തിലും ദ്രവ്യലാഭത്തെയാണ് പറയുന്നത്. നമ്മളുടെ തൊഴിൽപരമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക. നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. ധാതു ദ്രവ്യപ്രാപ്തി ഉണ്ടാവുക. 28-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരുമ്പോൾ ജനപദ അധികാര ലാഭം ഉണ്ടാവുക, സുഖം അനുഭവിക്കുക. 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 11-ലേക്ക് വരുമ്പോൾ ജനപദാധികാര ലാഭം. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഉന്നത അധികാര സ്ഥാനമാനങ്ങൾ ലഭിക്കുക. 29-ാം തീയതി വരെ ബുധൻ 11-ലാണ്, അതിനുശേഷം 12-ലേക്കല്ല വരുന്നത്, വക്രഗതിയാണ്. ബുധൻ 10-ലേക്കാണ് വരുന്നത്. 11-ൽ നിൽക്കുമ്പോഴും 10-ൽ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് കുംഭക്കൂറുകാർക്ക് ബുധനെ കൊണ്ട് പറയുന്നത്. 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ വാക് മാധുര്യം ഉണ്ടാവുക, വാക് സാമർഥ്യം ഉണ്ടാവുക, ബഹുധനലാഭം ഉണ്ടാവുക, വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കാര്യവിജയം ഉണ്ടാവുക, നല്ല ഫലം അനുഭവിക്കുക, നല്ല രീതിയിൽ തന്നെ മനസന്തോഷം ഉണ്ടാവുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും പുത്രന്മാരോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലോ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പ്രത്യേകിച്ചും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 29-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുമ്പോൾ 10-ാം ഭാവം എന്ന് പറയുന്നത് തന്നെ തൊഴിലിടമാണ്. തൊഴിലിടത്തിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വളരെ ഗംഭീരമായിട്ടുള്ള ഫലം ശത്രുനാശം ഉണ്ടാവുക. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീര ഫലം. ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. കുറച്ചു കാലമായിട്ട് കുംഭക്കൂറുകാർക്ക് 3-ൽ വ്യാഴം നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 3-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കാര്യവിനാശം, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാത്ത അവസ്ഥ വരിക, നല്ല ഫലം ലഭിക്കാതിരിക്കുക. ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മനസ്സിരുത്തി ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് കുറച്ച് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. ഇപ്പം എല്ലാവർക്കും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ലല്ലോ. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക.
ഇപ്പൊ വ്യാഴം 3-ൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലത്തെ സംശയമില്ല നമ്മളുടെ പ്രാർത്ഥനയിലൂടെ, ഈശ്വര സേവയിലൂടെ അതിനെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കും. 25-ാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ശുക്രൻ, വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രൻ 10-ലേക്ക് മാറും. 10-ലേക്ക് വരുമ്പോൾ കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നു. 9-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ധർമ്മകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുക, ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുക. ധർമ്മകാര്യസിദ്ധി എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, എല്ലാവരും ആഗ്രഹിക്കുന്ന ഫലമാണ്. ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 10-ലേക്ക് വരുമ്പോൾ കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹത്തിന്റെ കൂടെ അപമാനമുണ്ട്. കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അപമാനം ഉണ്ടാവാനിടയുണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ സദസ്സുകളിൽ തന്നെ നമ്മൾ പോയി പെടാതിരിക്കുക. ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ട് കുറച്ച് മോശഫലത്തെയാണ് കുറച്ച് കാലമായിട്ട് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക. നമ്മുടെ വേണ്ടപ്പെട്ടവരോട് അകന്നു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ, പലവിധേന ധനനാശം ഉണ്ടാവുക, എത്ര കിട്ടിയാലും ധനത്തിന് മതിയാവാത്ത അവസ്ഥ, 10 കിട്ടിക്കഴിഞ്ഞാൽ 200 രൂപ ചെലവ്. എന്തായാലും കുംഭക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളെ കൊണ്ടും വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചു, ചില ഗ്രഹങ്ങളെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിച്ചു. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമ്മളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ഈശ്വര സേവയിലൂടെ തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പൂരുരുട്ടാതി കാലം, ഉത്രട്ടാതി, രേവതി, മീനക്കൂറുകാർക്ക് 10-ലാണ് സൂര്യൻ നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. എല്ലായിടവും വിജയം, കർമ്മസിദ്ധി. കർമ്മസിദ്ധി എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരിക. ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ, അവർക്ക് ജോലി ലഭിക്കുവാനായിട്ടുള്ള വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 28-ാം തീയതി വരെ ചൊവ്വ 9-ലും അതിനുശേഷം 10-ലേക്ക് ആവും. 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ 10-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കാര്യപരാജയം, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാത്ത അവസ്ഥ വരിക, വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് കൂടുക, പലവിധ വ്യാധികൾ അനുഭവിക്കുക. ഭാഗ്യസ്ഥാനമാണ് 9. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക. പക്ഷെ ഈ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീത ഫലമാണ് 10-ലേക്ക് വരുമ്പോൾ, പല വിധത്തിലും ദ്രവ്യലാഭം. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ചും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ ധനം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. 29-ാം തീയതി വരെ ബുധൻ 10-ലാണ്. അതിനുശേഷം 10-ൽ നിന്ന് 11-ലേക്കെല്ലാം ബുധൻ വരുന്നത്. 10-ൽ നിന്ന് 9-ലേക്കാണ്, വക്രഗതിയാണ്. 10-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും പൊതുവെ ഇഷ്ടമായിട്ടുള്ള ഫലം, ശത്രുനാശം ഉണ്ടാവുക. പ്രത്യേകിച്ച് തൊഴിലിടത്ത് തന്നെ നമുക്ക് ശത്രുക്കളില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക, ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. പക്ഷെ 9-ലേക്ക് വരുമ്പോൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്, പലവിധ രോഗദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് വ്യാഴം 2-ലാണ്, വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട വളരെ നല്ല ഫലം ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ശത്രുനാശം വീണ്ടും സൂചിപ്പിക്കുന്നു. വ്യാഴത്തെ കൊണ്ടും ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരിക, ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ഈശ്വരാധീനമുള്ള കാലയളവാണ് വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ എന്ന് പൊതുവേ പറയാം. 25-ാം തീയതി വരെ ശുക്രൻ 8-ലാണ്, അതിനുശേഷം 9-ലേക്ക് വരുന്നു. 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 8-ൽ നിൽക്കുമ്പോൾ ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലേക്ക് ശുക്രൻ വരുമ്പോൾ കുറച്ചും കൂടി നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ലക്ക് ഫാക്ടർ കൂടുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, ധർമ്മകാര്യ സിദ്ധി ഉണ്ടാവുക, നല്ല സുഖം അനുഭവിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകിക സുഖം അനുഭവിക്കുക. കുറച്ചു കാലമായിട്ട് 12-ലാണ് ശനി, മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മീനക്കൂറുകാർക്ക് എന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ വന്നു ചേരുക, ഇടയിൽപ്പെട്ടിട്ട് ഓരോ ദുരിതങ്ങൾ, ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന്, മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന് കഴിഞ്ഞു മറ്റൊന്ന്, ഇങ്ങനെ പോവുക. ഈ ഫലമാണ് 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ തുടരുക.
നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാവഹാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടാൻ ആഗ്രഹിക്കുന്നവർ അത്യുത്സാഹത്തോടു കൂടി വീണ്ടും വീണ്ടും ഒരു പേജിൽ കുറയാതെ തന്നെ ഇടുക. എന്നാലല്ലേ മറ്റുള്ളവർ ശ്രദ്ധിക്കൂ. നന്ദി, നമസ്കാരം.